പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ നന്ദകുമാർ. നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളുടെ കാലഘട്ടമാണ്. ഉത്സവങ്ങൾ പല തരത്തിൽ പല ഐതിഹ്യങ്ങളിലൂടെയാണ് ഉത്സവങ്ങൾ നടക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കാഴ്ചയിലെ അടുത്ത കാലത്ത് ഒരു മുരുകക്ഷേത്രത്തിലെ കാവടി ഉത്സവങ്ങൾ കണ്ടു. ആ കാവടി ഉത്സവത്തിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. ഈ കാവടി എന്നത് മുരുകക്ഷേത്രത്തിൽ മുരുകനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു നേർച്ചയാണ്. കാവടി പലതരത്തിലുള്ള കാവടി ഉണ്ടെന്ന് പറയുന്നു. ഭസ്മക്കാവടി, പിന്നെ എന്തു പറയാം, അങ്ങനെ നിരവധി കാവടി. എനിക്ക് ആ പേര് എല്ലാ പേരും പറയാൻ കഴിയില്ല. എന്നാലും നിരവധി തരത്തിലുള്ള കാവടികൾ, പക്ഷിക്കാവടി, ഗരുഡക്കാവടി, ഇങ്ങനെ നിരവധി കാവടികൾ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ട്. എന്തായാലും ഞാൻ കണ്ട ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. ഈ കാവടിക്ക് ഒരു 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 ഐതിഹ്യം പറയുന്നത്, ഒരിക്കൽ നമ്മുടെ അഗസ്ത്യ മുനിക്ക് പരമശിവനെ കാണണമെന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ അദ്ദേഹം കൈലാസത്ത് പോയി പരമശിവനെ കണ്ട് തൊഴുതു, പ്രാർത്ഥിച്ചു, വരം വാങ്ങി തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ഒരാഗ്രഹം, അവിടെ ഉള്ള 2 മലകൾ കണ്ടപ്പോൾ, വലിയ പർവ്വതങ്ങൾ കണ്ടപ്പോൾ അതൊന്ന് ഭൂമിയിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം. അങ്ങനെ ശിവനോട് അനുവാദം ചോദിച്ചു. ശിവൻ കൊടുത്തു. അങ്ങനെ ഹിഡുംബൻ എന്ന് പറയുന്ന രാക്ഷസനെയും കൂടെ അതിന് സഹായത്തിന് വിളിച്ചു. അങ്ങനെ 2 മലകൾ ഹിഡുംബൻ്റെ സഹായത്തോടുകൂടി അഗസ്ത്യമുനി നമ്മുടെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ പളനിക്കടുത്ത് വന്നപ്പോൾ ഈ വലിയ ക്ഷീണം തോന്നി നമ്മുടെ മുനിക്ക്. അങ്ങനെ അവിടെ വച്ചിട്ട് കുറച്ചൊന്ന് ക്ഷീണം മാറി. ഹിഡുംബനും ക്ഷീണം വന്നു, അവിടെ വെച്ച് മാറി. അത് കഴിഞ്ഞ് ആ ക്ഷീണമൊക്കെ മാറിയ ശേഷം അവരവിടെ നിന്ന് മല എടുത്ത് വീണ്ടും യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ മല എടുക്കാൻ കഴിയുന്നില്ല, പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല, ഒട്ടിപ്പോയി. അപ്പോൾ ആകെ പ്രശ്നമായി. എന്താണോ ഉള്ളത്. അപ്പോഴേക്കും ഒരു കൊച്ചു ബാലൻ ഒരു കമ്പ് മൂന്നി ആ മലയുടെ ഒരറ്റത്ത് നിൽക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അയാൾ പറഞ്ഞു, ഈ മല എൻ്റെതാണ്, ഇത് ഞാൻ തരില്ല, നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് പറയുന്നു. അവസാനം പിന്നെ ഹിഡുംബനും ഈ ബാലനും തമ്മിൽ വലിയ തർക്കമായി, വഴക്കായി, അതിന് യുദ്ധമായിട്ട് മാറി. അവസാനം ഈ ബാലൻ ഈ ഹിഡുംബനെ, വലിയ രാക്ഷസനെ, ഈ മലയൊക്കെ എടുത്തുകൊണ്ട് വരാൻ ആരോഗ്യമുള്ള ശക്തിയുള്ള ഈ ഹിഡുംബനെ ഈ ബാലൻ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ പരാജയപ്പെടുത്തി വധിക്കുന്നു. അപ്പോൾ പിന്നെ അഗസ്ത്യമുനിക്ക് കാര്യം മനസ്സിലായി. ഈ ബാലൻ ചെറിയ ബാലനല്ല, ഇത് മുരുകനാണെന്ന് അഗസ്ത്യമുനിക്ക് മനസ്സിലായി. അഗസ്ത്യമുനി ഈ ബാലൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിനെ വണങ്ങി, അദ്ദേഹത്തിന് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഹിഡുംബന് ഒരു മോചനം കൊടുക്കണം, ശാപമോക്ഷം കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ യുദ്ധത്തിൽ വധിച്ച ഹിഡുംബനെ അദ്ദേഹം പുനരുജ്ജീവിപ്പിക്കുന്നു. മുരുകൻ തന്നെ പുനരുജ്ജീവിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഹിഡുംബൻ ഈ മുരുകൻ്റെ ഒരു കാവൽക്കാരനായിട്ട് എന്നും നിലകൊള്ളാമെന്നും, ഈ കാവടി ഈ മലകളുടെ രൂപത്തിലുള്ള ഒരു കാവടി, അതാണ് ഈ വളഞ്ഞ തരത്തിലുള്ള കാവടി എടുത്ത് ഞങ്ങൾ മുരുകന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും എന്നതൊക്കെ സംഭവിക്കുന്നു. അങ്ങനെയാണ് കാവടി ഉണ്ടായെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു ഐതിഹ്യമാണ് അതൊക്കെ. നല്ല വ്രതമൊക്കെ എടുത്താണ് ഒരു കാവടി നടത്തുന്നത്. എന്തായാലും നമ്മൾ ഈ കാവടിയെ കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഞാൻ കണ്ട കാവടിയുടെ ചില ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ, ത്രിലോക് ഭാരതി മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽബട്ടൺ അമർത്തണം, എന്നോടൊപ്പം കാണണം. നമസ്കാരം. Area
വാഹന ചാത്തപ്പാട് ജംഗ്ഷനിലേക്ക് പോവുക. ഉള്ള സ്ഥല സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. വളരെ ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങളുടെ കഠിന വ്രതത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതിഫലമായി ചാത്തൂർപാട് ശ്രീ
യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.